അമേരിക്ക സംഘർഷം ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിൽ ആഴ്ത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുമ്പോഴിതാ മറ്റൊരു വൻ ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് നൽകുകയാണ് ശാസ്ത്രലോകം. 2026 വിനാശകാരിയായ ഒരു സൂപ്പർ എൽനിനോ പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ എൽനിനോ പ്രതിഭാസങ്ങളെക്കാൾ കരുത്തനായ ഈ പ്രതിഭാസം ഇന്ത്യയുടെ ജീവനാഡിയായ മൺസൂണിനെ പിടിച്ചുലയ്ക്കുമോ? കൃഷിയെയും ഭക്ഷണ ലഭ്യതയെയും ബാധിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം വരാനിരിക്കുന്ന ഒരു വലിയ ഭക്ഷ്യക്ഷാമത്തിന്റെ തുടക്കമാണോ? യുദ്ധത്തിനും പണപ്പെരുപ്പത്തിനും ഇടയിൽ പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ഈ സൂപ്പർ പണി എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഒരു വശത്ത് ഇറാനും അമേരിക്കയുമായുള്ള യുദ്ധം, മറ്റൊരു വശത്ത് അതിനെ തുടർന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ലോകം പോകുന്നു. ഇതാ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 2026 ലോകം ഒരു അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രാജ്യാന്തര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റും നൽകുന്ന സൂചനകൾ അത്ര ശുഭകരമല്ല. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന അതിശക്തമായ സൂപ്പർ എൽനിനോ പ്രതിഭാസം 2026 ഇന്ത്യയുടെ കാലവർഷത്തെ സാരമായി ബാധിക്കുമെന്നാണ് പുതിയ പ്രവചനങ്ങൾ നൽകുന്നത്. എന്താണ് ഈ സൂപ്പർ എൽനിനോ? സാധാരണ എൽനിനോ പ്രതിഭാസത്തെക്കാൾ ആഘാതം കൂടിയ രൂപമാണിത്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽനിനോ എന്ന് വിളിക്കുന്നത്. ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ അന്തരീക്ഷ ചംക്രമണത്തെ അടിമുടി മാറ്റുകയും പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യുന്നു. 2015-16 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽനിനോയേക്കാൾ കരുത്തനായിരിക്കും 2026 എന്നാണ് ശാസ്ത്രലോകത്തിന്റെ ഭയം. ഇന്ത്യൻ മൺസൂണിന് മേൽ നിഴൽ വീഴ്ത്തുന്ന ആഘാതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ എൽനിനോ നേരിട്ട് ബാധിക്കും. സ്കൈമെറ്റ് വെതറിന്റെ റിപ്പോർട്ട് പ്രകാരം 2026 ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ബിലോ നോർമൽ മൺസൂൺ ആയിരിക്കും ലഭിക്കുക എന്ന് ചുരുക്കം. മൺസൂണിന്റെ ആദ്യ പകുതി അപേക്ഷിച്ച് എൽനിനോ ശക്തി പ്രാപിക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മഴയിൽ വലിയ കുറവ് അനുഭവപ്പെടുക. ഇന്ത്യയിലെ കൃഷിഭൂമിയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും മഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നെല്ല്, പരുത്തി, കരിമ്പ് തുടങ്ങിയ ഖാരിഫ് വിളകളെ മഴക്കുറവ് ഗൗരവമായി ബാധിക്കും. ഇത് ഭക്ഷ്യോൽപാദനം കുറയാനും പണപ്പെരുപ്പം വർദ്ധിക്കാനും കാരണമായേക്കാം. ആഗോളതലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലാവസ്ഥാ മാറ്റം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2027 വരെ നീണ്ടു നിൽക്കാവുന്ന കടുത്ത പ്രത്യാഘാതങ്ങളാണ് കാത്തിരിക്കുന്നത്. കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ അസഹനീയമായ ചൂടും ഈർപ്പവും അനുഭവപ്പെടും. ഓസ്ട്രേലിയയിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും കടുത്ത വരൾച്ച ഉണ്ടാകുമ്പോൾ പെറു, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിത പ്രളയത്തിന് സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്നത് ചുഴലിക്കാറ്റുകളുടെ തീവ്രത കൂട്ടും. ഓരോ തവണ എൽനിനോ വരുമ്പോഴും അത് മുൻപത്തേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. ഇന്ത്യയിൽ മൺസൂൺ മഴയുടെ പാറ്റേണുകൾ മാറുന്നതും പെട്ടെന്നുള്ള അതിശക്തമായ മഴയും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങളും ഇതിന്റെ സൂചനകളാണ്. അണക്കെട്ടുകളുടെ ജലനിരപ്പ് കുറയുന്നതും കാർഷിക ഉൽപാദനം ഇടിയുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തും. വടക്കേ ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന ഘടകങ്ങളെ പോലും ഈ മാറ്റങ്ങൾ സ്വാധീനിച്ചേക്കാം. ചുരുക്കത്തിൽ 2026 വരാനിരിക്കുന്ന സൂപ്പർ എൽനിനോ വെറും ഒരു കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, കൃഷിയും ആരോഗ്യവും സമ്പദ് വ്യവസ്ഥയും എല്ലാം ഒന്നടങ്കം ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയാണ്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും ജലസംരക്ഷണ നടപടികളും മാത്രമേ ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കൂ. ഭൂമിയുടെ അതിജീവനത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു വെല്ലുവിളിയാണിത്. ഇന്ത്യയിലെ കാർഷിക മേഖലയെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും ഇത് സാരമായി ബാധിക്കുമെന്ന് സ്കൈമെറ്റ് പോലുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പണപ്പെരുപ്പവും ഭക്ഷ്യക്ഷാമവും പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കൃത്യമായ ജലസംരക്ഷണ നടപടികളും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. ആഗോള താപനം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രകൃതി നൽകുന്ന ഈ അവസാന മുന്നറിയിപ്പിനെ ഗൗരവമായി കാണാതിരുന്നാൽ വലിയ വില നൽകേണ്ടി വരും ഭാവിയിൽ. ഒറ്റക്കെട്ടായുള്ള പ്രതിരോധവും കരുതലുമാണ് ഈ ആഗോള പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുക. പ്രകൃതിയെ പരിപാലിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവും ഒക്കെയാണ്. ഭാവി തലമുറയ്ക്ക് നമുക്ക് നൽകാനുള്ളത് അതുകൂടിയാണെന്ന് മറക്കാതിരിക്കുക.